ശരത് ബാലകൃഷ്ണൻ, സൺ ഓഫ് ബാലകൃഷ്ണൻ ഏറാടി. ഞാനിപ്പോ പോവാ. നിന്നെ ഞാനൊന്ന് കാണുന്നുണ്ട്. ഞാനും ഒന്ന് കാണുന്നുണ്ട്. പോടാ. പൊട്ടിച്ചോ? നിനക്കിപ്പോ സമാധാനമില്ലേ? ഇനി നാളെ സ്റ്റേഷനിലേക്ക് വാ ലൈസൻസ് വാങ്ങാൻ. ഇതിന്റെ ബാക്കി അയാൾ അവിടെ തീർക്കും. നാട്ടുകാരെ മുഴുവൻ അറിയിക്കുകയും ചെയ്യും. എന്റെ ജീവിതമാണ് തോലഞ്ഞത്. ഒരാളും അറിയില്ല. സ്റ്റേഷനിൽ കയറാതെ അത് എടുക്കാൻ എനിക്കറിയാം. வாடா. என்ன உனக்கு பால் வேணுமா? என்ன இன்னைக்கு இவ்வளோ லேட்டு? எல்லாம் உனக்கு தான், குடி. ஐயோ, ரத்தக்கரையெல்லாம் இருக்கு. നമസ്കാരം. വെസ്റ്റ് കൊച്ചി സർക്കിൾ ഇൻസ്പെക്ടർ ബിനു അലക്സിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കേസിൽ പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥനെ നിയമിച്ചു. നിലവിൽ കൊല്ലം ടൗൺ സ്റ്റേഷൻ സർക്കിൾ ഇൻസ്പെക്ടറായ ഡി സോളമനാണ് അന്വേഷണ ചുമതല. 4 ദിവസം മുൻപാണ് കൊച്ചി പൊന്നത്ത് ലൈനിലുള്ള പോലീസ് ക്വാർട്ടേഴ്സിൽ വെടിയേറ്റ് മരിച്ച നിലയിൽ CIയുടെ മൃതദേഹം കണ്ടത്. ക്രൈം സീനിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ ഞാൻ അരിച്ചു പെറുക്കി. അവന്റെ ലൈസൻസ് മാത്രം അതിലില്ല. അതിന് അവൻ രാത്രി തന്നെ CI സാറിന്റെ റൂമിൽ കയറി കാണുവോ? എന്നിട്ട് നീ അവനെ വിളിച്ചു നോക്കിയില്ലേ? സ്വിച്ച് ഓഫാ. ഞാൻ അവന്റെ കൂട്ടുകാരനെ വിളിച്ചിരുന്നു. അന്ന് രാത്രി തൊട്ട് അവൻ റൂമിലും എത്തിയിട്ടില്ല. നമുക്ക് ഹംസ സാറിനോടെല്ലാം തുറന്നു പറഞ്ഞാലോ? അതിന് നിനക്ക് അവനെ പറ്റിയിട്ട് വല്ലതും അറിയൂ? സുജയ്, ശരിക്കും അവൻ ആരാ? അല്ലെങ്കിൽ തന്നെ നമ്മളിപ്പോൾ എന്താ പറയാ? സ്റ്റേഷനിലെ രജിസ്റ്ററിൽ നീ എന്ന ഫുൾ ഡ്യൂട്ടി ആണല്ലോ പെട്ടുള്ളത്. അതെ. കേസ് ഹംസ സാറുടെ കയ്യിൽ നിൽക്കാൻ പോകില്ല. മേലുള്ളവന്മാരെ നമ്മൾ പറയുന്നിട്ട് വിശ്വസിക്കൂല. സസ്പെൻഷൻ ഓർഡർ ആയിരിക്കും ആദ്യം കയ്യിലിട്ട്. സുജ മോളെ, നീ ധൈര്യമായിട്ടിരിക്കേ. നീയായിട്ട് കരഞ്ഞു പോയി മറ്റുള്ളവരെ അറിയിക്കരുത്. പിന്നെ ഇപ്പൊ തൽക്കാലം അവനെ വിളിക്കേ കാണേ ഒന്നും ചെയ്യരുത്, കേട്ടോ? എന്നാലും ആദ്യം ഈ അന്വേഷണത്തിന്റെ റൂട്ട് എങ്ങനെയാ പോണെന്ന് നോക്കട്ടെ, എന്നിട്ട് ബാക്കി തീരുമാനിക്കാം. സാറ് അകത്തുണ്ടോ?
സാറേ കണ്ടിട്ട് വല്ലാത്തൊരു ലക്ഷണമാണല്ലോ. ഓട് സാർ സോറി സാർ ബിൽ സാറിൻ്റെ ഓരോ പരിപാടിയാണ്. സാറേ ഞങ്ങളെല്ലാവരും ഇവിടെ ഒരു കുടുംബം പോലെ കഴിഞ്ഞിരുന്നത്. ബിനു സാറിന് അങ്ങനെ വലിയ ഭാവമൊന്നും ഇല്ലായിരുന്നു. എനിക്ക് ഇച്ചിരി വലിയ ഭാവം കൂടല. അതുകൊണ്ട് കുടുംബവും കൂട്ടുമൊക്കെ സ്റ്റേഷന് പുറത്ത്. മനസ്സിലായോ? ക്രൈം സീനിൽ നിന്നുള്ള എവിഡൻസ് ഒക്കെ തൊണ്ടി റൂമിൽ വെച്ചിട്ടുണ്ട്. സാറ് കണ്ടിട്ട് കോടതിയോട്ട് അയക്കാമെന്ന് വെച്ചു. സാറിതാ. സാറേ അത് ലോക്കാ. സൈബറുകാരെ അറിയിച്ചിട്ടുണ്ട്. ഡെഡ് ബോഡി ആദ്യം കണ്ട തമിഴത്തിയെ കിട്ടിയോ? അത് സാർ ഇൻഫർമേഷൻ കിട്ടിയുടനെ പോലീസ് പാർട്ടി അവളുടെ വീട്ടിലെത്തിയതാണ്. പക്ഷെ നമ്മൾ എത്തുന്നതിന് 10 മിനിറ്റ് മുമ്പ് അവൾ മുങ്ങി. എന്നിട്ട് സാർ തമിഴത്തി അവളെ കാലത്തെ 8 മണിക്ക് സേലത്തേക്കുള്ള ബസ്സെ കയറ്റിവിട്ടെന്നാ അവളുടെ അയലോകത്ത് താമസിക്കുന്ന ഓട്ടോ ഡ്രൈവർ മൊഴി നൽകിയത്. അപ്പം തന്നെ വടക്കോട്ടുള്ള എല്ലാ സ്റ്റേഷനിലേക്കും നമ്മൾ മെസ്സേജ് പാസ് ചെയ്തു. അവളുടെ നാട്ടിൽ അന്വേഷിച്ചോ? അവിടെ സ്ക്വാഡ് വർക്ക് നടക്കുന്നുണ്ട്. പിന്നെ അവള് വീട്ടുകാരുമായിട്ട് അത്ര രസത്തിലല്ലെന്നാണ് കേട്ടത്. ഈ ഇൻഡർസ്റ്റേറ്റ് ബസ്സുകാരുടെയും അവിടുത്തെ ലോക്കൽ ഓട്ടോറിക്ഷക്കാരുടെയും വാട്സപ്പ് ഗ്രൂപ്പിലോട്ട് അവളുടെ ഫോട്ടോ ഒന്ന് ലീക്ക് ചെയ്ത് കൊടുക്കുക. സാർ ഒഫീഷ്യലായിട്ട് വേണ്ട, വേറെ ആരെങ്കിലും ചെയ്യുന്ന പോലെ മതി. അത് ഞാൻ ഏറ്റു സാർ. നമുക്കവളെ വൈറലാക്കാം സാർ. അങ്കമാലി മുതൽ എറണാകുളം KSRTC വരെ എത്ര CCTV ക്യാമറയുണ്ട്? 10-30 കാണും. 10-30? 30-ൽ കൂടുതൽ കാണും സാർ. എങ്കിൽ താനൊരു കാര്യം ചെയ്യും സാർ. നേരെ കമ്മീഷൻ ഓഫീസിലേക്ക് കിട്ടും സാർ. അവിടെ സകല CC ക്യാമറയുടെയും ബാക്കപ്പ് ഫയൽ ഉണ്ടാവും. ഈ തമിഴത്തി ബസ് കയറി അന്ന് മുതൽ ഇന്ന് വരെയുള്ള സകല മൂവ്മെൻറ്റ്സും ആ ഏരിയയിൽ റെക്കോർഡാക്കി കൊണ്ടുപോകാം സാർ. ഡീറ്റെയിൽ ആയിട്ട്. என் பேரு வளர்மதி. எங்க ஊரு சேலம், കാവേരി ആസ്പത്രി പക്കം. സേലത്താ? പിന്നെ നീ എന്തിനാണ് സേലം ബസ്സിൽ കയറിയിട്ട് അങ്കമാലിക്ക് പറഞ്ഞേ? അത് വന്ന് പറയടി. നീ ആരെ പറ്റിക്കാനാടി പറുത്തിട്ടിട്ട് 3-4 സംഘട്ടിട്ട് കിടന്ന് കറങ്ങിയത്? ஐயோ இல்லை சார், யாரையும் ஏமாத்துறதுக்காக நான் எதுவும் பண்ணல சார். பயம். ஊருக்கு போக முடியாது. பெரிய வீட்டில் வாழ்ந்தவனா லவ் மேரேஜ் பண்ணி அங்கே ரொம்ப ஜாதி கலவரம் ஆயிடுச்சு. அதுக்கப்புறம் தான் சார் உசுறு வாழறதுக்காக நான் இங்கே வந்தேன். കരയാത്ത മര്യാദക്ക് നിന്റെ നാട്ടിലെ അഡ്രസ് പറയടി. കുപ്പരാജ് ഹൗസ്, രാമസ്വാമി നഗർ, സീലനായക്കമ്പട്ടി. எதுக்கா அந்த ஆளை கொலை பண்ண? ஐயோ, அந்த ஆளை நான் கொலை பண்ணல சார். பீனு சார் ரொம்ப நல்லவர். வேலைக்காரி கூட பார்க்காம என்ன நல்லா பார்த்துக்கிட்டாரு. எங்களுக்குள்ள வேற மாதிரி ஒரு இது இருந்துச்சு. எந்த மாதிரி ஒரு இது பரடி? அது வந்து ചോദിച്ചിരിക്കണം പറയടി.
அப்போ நீ அல்ல வேற யாரு அது உனக்கு தெரியாதா? சார் அது எது? என் புருஷன் தான் சார் செஞ்சிருக்கணும். அவன் கண்டிப்பாக என்னையும் கொலை பண்ணிடுவான். அதனால தான் சார் நான் தப்பிக்க பார்த்தேன். നീയും സിയയും തമ്മിലുള്ള ഇടപാട് അയാൾക്കറിയോ? நான் சிஏ சாரோட வீட்டில் ரொம்ப வசதியாக வாழ்ந்துட்டு இருந்தேன். அந்த ஆளுக்கு அது பிடிக்கல. அவன் ரொம்ப மோசமானவன். அவன் என்ன வேணாலும் பண்ணுவான். என்னையும் பினு சாரையும் கொல்றதுக்காக தான் அவன் ஜெயில இருந்தே வந்தான். இது அவனோட கத்தி. பினு சார் ரூம்ல கீழே கிடந்தது. அப்ப புரிஞ்சுக்கிட்டேன் ഇത് അവൻ தான் பண்ணிருக்கணும்னு. ഈ കാര്യം കോടതിയിൽ പറയാൻ തയ്യാറാണോ? എങ്ക വേണാലും சொல்றேன் സാർ. യെസ്, ആള് തന്നെ. ആ മുറിയിൽ ഒരിടത്തും ടച്ച് ചെയ്യാതിരിക്കാൻ അയാൾ ബോധപൂർവം ട്രൈ ചെയ്തിട്ടുണ്ട്. അറിയാതെ വീണുപോയ ഈ അടയാളം ഒഴിച്ച്. ബട്ട് ആ വുഡ്ലാൻഡ് ഷൂ അത് ഇയാളിടാൻ സാധ്യതയുള്ള ഒരു ടൈപ്പ് അല്ലല്ലോ. അതെ, അയാളെ അറിയോ? ഏയ് ഇല്ല. എന്തെങ്കിലും ഫൈൻഡിങ്സ് ഉണ്ടായാലും വിളിക്കാം. ശരി. പോലീസുകാരെ കുറിച്ച് താൻ എന്താണ് വിചാരിച്ചേ? എന്താടോ? ഇയാളെനിക്ക് കൈക്കൂലി എടുത്തു സാറേ? ഇല്ല സാർ. അയാൾ സന്തോഷത്തോടുകൂടി തരാണെങ്കിൽ വാങ്ങടോ. വാങ്ങടോ. അല്ല, എന്താ കേസ്? അത് പിന്നെ സാറേ, ഇയാൾ യൂബർ വിളിച്ചു. അതിനകത്ത് 19,000 രൂപ വിലയുള്ള എന്തോ മരുന്ന് മറന്നു വെച്ചെന്ന്. ഊബറുകാരെ വിളിച്ചു വെച്ചില്ലേ? അവർക്ക് അറിയില്ലെന്നാ പറയുന്നത്. സാറേ, അവനോടൊക്കെ മര്യാദയ്ക്ക് ചോദിച്ചാൽ പറയില്ല സാറേ. പിടിച്ച് 4 പിട പടയ്ക്കണം, എന്നാലേ സത്യം പറയൂ. താൻ പറയുമ്പോൾ കയറിടിക്കാൻ പോലീസുകാരെന്താടോ? ഗുണ്ടകളോ? എന്തായിരുന്നു മരുന്ന്? എന്തായിരുന്നടോ മരുന്ന്? വയാഗ്ര. സാറേ, അത് ഒറിജിനൽ സാധനമായിരുന്നു. അതുകൊണ്ട് അയാൾ ബാഗ് തിരിച്ചു തരാത്ത. താൻ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൊടുക്കുക. അല്ല, ഇത് വേണ്ടല്ലോ അല്ലേ സാർ? ഹലോ, ഐ ആം നിഖിൽ. സാറേ, നമുക്ക് മെയിനായിട്ട് റെൻ്റേക്കാറിൻ്റെ ബിസിനസ്സാണ്. പിന്നെ ഈ സ്പെഷ്യൽ കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുമ്പോൾ മാത്രമാണ് ഇങ്ങനെ. ചാവുന്നതിന് മുമ്പ് ഇങ്ങനെ ചെയ്യേ നമുക്കൊരാറ്റം പണി തന്നിട്ടാണ് പോയത്. അന്നാ പിള്ളേരെന്ന് പിടിച്ചതേ പ്യുവർ കൊക്കൈനാ. എന്നിട്ട് അത് മാറ്റിയിട്ടാണ് തൊണ്ടിയായിട്ട് എവിടുന്നോ കൊണ്ടുവന്ന കുറേ കഞ്ചാവ് കാണിച്ചത്. എന്നിട്ട് ഇമ്മളേന്ന് പിടിച്ച സാധനം ഇമ്മക്ക് തന്നെ ലോകത്തില്ലാത്ത വിലയ്ക്ക് വിൽക്കാൻ നോക്കി. ക്രൂരതയല്ലേ സാറേ ഇത്? സാറ് നോക്കണ്ട. ഉണ്ണിത്താൻ സാറ് പറഞ്ഞോണ്ടാ ഞാനൊരു ജെന്റിൽമാൻസ് ഡീലായിട്ട് ഇതിവിടെ വന്ന് സാറിനോട് തുറന്നു പറഞ്ഞത്. പോയത് പോയി. ഇനിയിപ്പോൾ അവൻ്റെ പിന്നാലെ പോയിട്ട് അവനെ തട്ടാനുള്ള കപ്പാസിറ്റി ഒന്നും നമുക്കില്ല. നമ്മളേ പ്യുവർ ബിസിനസ്സിൻ്റെ ആൾക്കാർ. എന്നാ ശരി സാറേ, നമ്മൾ തിരക്കണം. ഒരു കാറും അവൻ്റെ ഒരു ജെന്റിൽമാൻ ഡീല്. ഇവനൊക്കെ പിടിച്ചിട്ട് ലോകവിലായിട്ട് 2 ഇടിയിടിക്കണം. ഓ, അതായിപ്പോൾ തനിക്കറിയേണ്ട കാര്യം ഇവിടെ വെച്ചായതുകൊണ്ട് അറിഞ്ഞു ഇല്ലേ? കോടതിയും വക്കീലും മുൻകൂർ ജാമ്യമായിട്ട് 10-15 ദിവസം അങ്ങ് പോയി കിട്ടിയത്. തന്നെ പോലുള്ള കേമം പോലീസുകാരന്മാരെ ഒരു കാര്യം മനസ്സിലാക്കണം. എന്നെപ്പോലുള്ള കുറച്ച് ഉണ്ണാക്കന്മാർ കാലങ്ങളായി ഈ ബാഡ് കോപ്പ് വേഷം കെട്ടിത്തോണ്ടാ ഇത്തരം കുഴപ്പക്കാരോട്ട് പോലീസിന് ഒരു പാലോടാൻ പറ്റുന്നത്. അല്ലാതെ ഓവർ പബ്ലിസിറ്റിയും മീഡിയ അറ്റൻഷനും ഒഴിവാക്കാൻ വേണ്ടിയാ ഈ കേസ് അന്വേഷിക്കുമ്പോൾ യൂണിഫോം പോലും പാടില്ലെന്ന് ഞാൻ തന്നോട് പറഞ്ഞത്. എന്നിട്ടിപ്പോൾ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി താൻ കാണിച്ചു കൂട്ടുന്നത് എന്തൊക്കെയാ? മരിച്ച ബിനുവിന്റെ കൊള്ളൻ രേഖകൾ ഓരോന്നായി പുറത്തിട്ടുകൊണ്ടിരിക്കുക അല്ലേ? എടോ, ഞാൻ അയാളുടെ സുപ്പീരിയർ ഓഫീസറായിരുന്നു. ഇതെന്നെ എങ്ങനെ ബാധിക്കുമെന്ന് താൻ മനസ്സിലാക്കിയിട്ടുണ്ടോ? നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് എങ്ങനെ ബാധിക്കുമെന്ന് താൻ മനസ്സിലാക്കിയിട്ടുണ്ടോ? സാർ, ഡിപ്പാർട്ട്മെന്റ്
താനിങ്ങനെ കാടടച്ച് വെടിവെക്കാതെ ഇമ്മീഡിയറ്റ്ലി ആ തമിഴൻ ആറൂര് പക്കണം. എടോ, അന്ന് അയാൾ അവിടെ കയറി എന്നതിനുള്ള എവിഡൻസ് നമ്മുടെ കയ്യിലുണ്ട്. അയാളെ കൊല്ലാനുള്ള മതിയായ മോട്ടീവ് ആറൂനുണ്ട്. അയാളുടെ വൈഫ് തന്നെ കോടതിയിൽ വിറ്റ്നസ് പറയും. പിന്നെന്താ, അവനെ ചാർജ് ചെയ്ത് ഒരാഴ്ചയ്ക്കുള്ളിൽ ക്ലീനായി കേസ് ക്ലോസ് ചെയ്യണം. കേട്ടല്ലോ? ഇവിടെ എന്താ സംഭവം? സാർ, ഇത് നമ്മുടെ ബിനു സാറിന്റെ വൈഫാ, ലിൻസി മാഡം. കേസിന്റെ കാര്യം എന്തായെന്നറിയാൻ വയനാട്ടിൽ നിന്ന് വന്നതാ. എൻ്റെ റൂമിലോട്ട് ഞാൻ പറയാം. മാഡം പ്ലീസ്. ഇറങ്ങാൻ നീ പൊക്കോ. അല്ല സാറേ, പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന അഡ്രസ്സിൽ തന്നെ കാണണം. വിളിക്കുമ്പോൾ ഒന്നോളണം. പൊക്കോ. யாரு? സാറേ, ഇയാൾ യൂബർ വിളിച്ചു. അതിനകത്ത് 19,000 രൂപ വിലയുള്ള എന്തോ മരുന്ന് മറന്നു വെച്ചു. തൻ്റെ ആ വയാഗ്രക്കാരൻ്റെ പരാതിയിലും ഈ പോണോത്ത് പോലീസ് ക്വാർട്ടേഴ്സിലേക്ക് തിരിയുന്ന വളവില്ല. ആ, അത് നവംബർ 6 സാറേ, അന്ന് രാത്രി മഴയും ആകെ ഒരു ഹറിബറി ആയിരുന്നു. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി ഞാൻ വണ്ടി എടുക്കാൻ ചെന്നപ്പോൾ വഴി മുടക്കിയിട്ടൊരു വണ്ടി കിടക്കണ്ടായിരുന്നു. പിന്നെ എടുപിടിയുന്നൊരു യൂബർ എടുത്തിട്ടാണ് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നത്. റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോൾ ട്രെയിൻ കിടക്കണുണ്ടായിരുന്നു പ്ലാറ്റ്ഫോമിൽ. ആ തിരക്കിനിടയിൽ ബാഗ് എടുക്കാൻ പറഞ്ഞു സാറേ. ഈ വഴിയടച്ച വണ്ടി ആരുടെ ആയിരുന്നു? അത് അറിയില്ല സാർ. ആ വഴിക്ക് ഞങ്ങളൊരു 10-12 വീട്ടുകാരാണ് ഉള്ളത്. വണ്ടി എടുക്കാൻ പറ്റാതായപ്പോൾ ഞാൻ എല്ലാ വീട്ടുകാരെയും വിളിച്ച് ചോദിച്ചു. അപ്പോൾ അവർ അവിടെയെങ്കിലും വന്ന വണ്ടിയല്ല എന്ന് പറഞ്ഞു. ആ കാറിൻ്റെ നമ്പർ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? നോക്കിയില്ലായിരുന്നു സാർ. സാർ, പിന്നെ അതൊരു ചുമന്ന മിനി കൂപ്പറായിരുന്നു. പ്രതിഭത്താനേ സാർ, ഇദ്ദേഹത്തിൻ്റെ കൂടെ പോയിട്ട് ആ ഏരിയ ഒന്ന് നോക്കണം. ശരി. അന്ന് ആരാ മിനി കൂപ്പറിൽ വന്നതെന്ന് ട്രേസ് ചെയ്യണം സാർ. ഏതെങ്കിലും വീട്ടിൽ CC ക്യാമറ ഉണ്ടാവും. അത് നോക്കിയിട്ട് ആ മിനി കൂപ്പറിൻ്റെ നമ്പർ ഒന്ന് ട്രേസ് ചെയ്യണം. ശരി സാർ. ശരി ശരി സാർ. സന്ദീപേ, ഞാൻ എന്താ ചെയ്യുക എന്ന് എനിക്കറിയത്തില്ല. ആകെ പിടിവിട്ട് നിൽക്കുക. അങ്ങ്
ക്വാർട്ടേഴ്സിലുണ്ടായ പ്രശ്നത്തിന്റെ പേര് ശരത്ത് ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഞാനും കാരണക്കാരിയല്ലേ? എനിക്ക് മാത്രമായിട്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടണ്ട. എന്നോട് കാണിച്ച സ്നേഹം സത്യമാണെങ്കിൽ ഒളിച്ചിരിക്കാതെ എന്റെ മുന്നിൽ വരാൻ അവനോട് പറ. എന്ത് ശിക്ഷയായാലും ഒരുമിച്ച് സഹിക്കാം. നാളേക്കുള്ളി അവനെ കണ്ടില്ലെങ്കിൽ പിന്നെ അവൻ എന്നെ ഒരിക്കലും കാണില്ല. എന്റെ അച്ചായിയാണ് ഞാൻ ചത്തുകളയും. ഇനി എനിക്ക് വയ്യ പേടിയും കൊണ്ട് നടക്കാൻ. ഇതാ വണ്ടി, എൻ്റെ കാറാ. ഡ്രൈവറുടെ ഡീറ്റെയിൽസ് പെട്ടെന്ന് കിട്ടും. ഈ ഇൻസിഡന്റ് നടന്ന രാത്രി ഏതൊക്കെ കാർ എവിടൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ടാവും? അതും ഈ കേസായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാനാണ്? ഈ പൊന്നത്ത് ലൈൻ മിഡിൽ ക്ലാസ്സുകാരുടെ ഏരിയ. അവിടെ ഒരു കാശുകാരൻ്റെ വണ്ടി വരണമെങ്കിൽ കൈക്കൂലിക്കാരനായ സിയെ കാണാൻ ആരോ ഒളിച്ചു വന്നു. അങ്ങനെ ആയിക്കൂടെ? എടോ, ഈ കേസ് കോടതിയിൽ പ്രസന്റ് ചെയ്യേണ്ട പബ്ലിക് പ്രോസിക്യൂട്ടർ ഞാനാ. തൻ്റെ ഈ തിയറി ഒന്നും അവിടെ വർക്കാവില്ല. ഇതിപ്പോൾ 81-ലെ പാനൂർ സോമൻ കേസ് പോലെ ആവുമെന്നാണ് എൻ്റെ പേടി. CBIക്കാർ നിന്നും അന്വേഷിച്ച് കൊലപാതകമാണ് കണ്ടെത്തി. ഹൈക്കോർട്ടിലെ ജസ്റ്റിസ് KT തോമസ് സാറിൻ്റെ ബെഞ്ചിലെത്തിയപ്പോൾ ആത്മഹത്യയാണ് തെളിയും ചെയ്തത്. തോക്കുന്ന് വെടി പൊട്ടിയില്ലായിരുന്നു. അന്നേരം ഈ കാട്രിജിൻ്റെ അകത്തുള്ള മൊത്തം വെടിമരുന്ന് കത്തില്ല. ഈ കത്താത്ത വെടിമരുന്നിൻ്റെ തരികൾ വൂണ്ടിൻ്റെ ചുറ്റും സ്കിന്നിലുമായിട്ട് തറച്ചിരിക്കും. ഈ ഓംലെറ്റിൽ കുരുമുളക് പൊടി ഇട്ട പോലെ. താൻ ചിരിക്കല്ലടോ. ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നവർ ഇതിന് പെപ്പറിങ് തന്നെയാണ് പറയുന്നത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വെച്ച് ബിനു അലക്സ് ആത്മഹത്യ ചെയ്താണെന്ന് കൊള്ളാവുന്നൊരു വക്കീൽ കോടതി കയറുമെന്ന് വാദിച്ചാൽ തൻ്റെ നിക്കറ് കയറും. വൂണ്ടിന് ചുറ്റും കുരുമുളക് പൊടി വട്ടത്തിലിട്ട പോലെ കറുത്തിരുന്നില്ലേ? ഉമ്മ വയ്ക്കുന്ന പോലെയല്ലേ തോക്ക് വെച്ചിരുന്നേ? പോയിന്റ് ബ്ലാങ്കിലും അല്ല. തോക്ക് മുട്ടിച്ച് വെച്ച് കോൺടാക്ട് ഷോട്ടിലാണ് വെടിവെച്ചിരിക്കുന്നത്. ബുള്ളറ്റ് കയറിപ്പോയ ട്രാക്കും സൂയിസൈഡ് സ്റ്റൈലാണ്. ഇതൊന്നും പോരാഞ്ഞിട്ട് വെപ്പൻ്റെ മേലെ മരിച്ച ആളുടെ ഫിംഗർ പ്രിന്റ് മാത്രം. അപ്പോൾ സലാം. ഹലോ ഓക്കെ. നിങ്ങളിന്ന് രാത്രി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു സങ്കല്പിക്കും. ചെയ്യണ്ട, സങ്കല്പിക്കും. നിങ്ങളുടെ കയ്യിൽ തോക്കുണ്ട്. നിങ്ങൾ ബെഡ്റൂമിൽ നിൽക്കുകയാണ്. നല്ല മെത്ത വരിച്ച കട്ടിലുണ്ട്, കസേരയുണ്ട്, ബീൻ ബാഗ്. നിങ്ങൾക്ക് അവിടെ കിടന്ന് റിലാക്സ്ഡ് ആയിട്ട് കാഞ്ചു വലിക്കും അല്ലേ? അതോ ആത്മഹത്യ കഴിഞ്ഞിട്ട് എനിക്ക് വേറെ എന്തോ പണിയുള്ള പോലെ തിടുക്കത്തിൽ നിന്നുകൊണ്ട് വെടിവെക്കൂ? ബിനുവിന്റെ ചെന്നി തുളച്ച് ബുള്ളറ്റ് ഭിത്തിയിൽ 6 അടി ഹൈറ്റിലാണ് കൊണ്ടേ എന്ന് വെച്ചാൽ അയാൾ നിന്നുകൊണ്ട് വെടിവെച്ചിട്ട് അയാൾ കസേരയിൽ ഇരുന്നു. അയാൾക്ക് അന്നേരം നിന്നുകൊണ്ട് വെടിവെക്കണമെന്ന് തോന്നി കാണും. താൻ ആത്മഹത്യമ ഇരുന്നിട്ട് വെടിവെച്ചടോ. താൻ ആ തമിഴിനെ അറസ്റ്റ് ചെയ്യും. തൻ്റെ എല്ലാ തിയറിയും വർക്കാവും. വലിയ ഡിഫൻസും ഉണ്ടാവില്ല. സ്ട്രോങ് മോട്ടീവും ഭാര്യയുടെ സാക്ഷി മൊഴിയും പ്രോസിക്യൂഷൻ സൈഡും ഓക്കെയാടോ. അതൊക്കെയാ. പക്ഷെ തമിഴിൻ്റെ പിന്നിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിലോ? മോട്ടീവ് സ്വർണം മാത്രമല്ലെങ്കിലോ? രണ്ടും കൂടി നടുറോട്ട് കിടന്ന് ഷോ കാണിച്ചോണ്ടല്ലോ. ഇവനെ ആൾക്കാർ കണ്ട പണിയാവുന്നു. എടി, നിനക്ക് ഇവനോട് സംസാരിക്കണമെന്ന് ഞാൻ ബാക്കിലെങ്ങാനും മാറി സംസാരിക്കും. ബോധല്ലേ നിനക്ക്? സ്റ്റേഷന്റെ മുന്നിൽ വെച്ചിട്ട് ഓരോന്ന്. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുന്നുണ്ട്? എൻ്റെ ലൈഫിൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബർത്ത്ഡേ ഉണ്ടായിട്ടില്ല. അന്നേരം ഞാൻ ഉള്ളിൽ കരയുമായിരുന്നു. സത്യത്തിൽ താൻ അറിയാത്തൊരു കാര്യത്തിന് വേണ്ടിയാണ് അന്ന് രാത്രി ഞാൻ ഇറങ്ങിയത്. പക്ഷെ നമ്മൾ തമ്മിലുണ്ടായ ആ മൊമെൻറ്റ്, അത് കഴിഞ്ഞപ്പോൾ എനിക്കതൊന്നും ചെയ്യാൻ തോന്നിയില്ല. പിന്നെ ഇതൊക്കെ തന്നോട് തുറന്നു പറയണമെന്നൊന്നും. 12 മണിയാറായി, ഞാൻ ചെല്ലട്ടെ. സുജ, ഈ ദിവസം തീരുന്നതിന് മുമ്പ് എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്നെ പിടിച്ചു നിർത്താൻ നമ്മുടെ അടുപ്പ് അറിഞ്ഞപ്പോൾ തൊട്ട് ട്രാവൽസിൽ നിഖിൽ സർ എന്നെ പ്രഷർ ചെയ്ത് തുടങ്ങിയതാണ്. അങ്ങേറ്റം ഒരു ബാഗ് സ്റ്റഫ് കൊക്കെയും മുമ്പ് ബിനു അലക്സ് റെയ്ഡ് ചെയ്ത് പിടിച്ച് അത് മറച്ചു വെക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. CI ക്വാർട്ടേഴ്സിലില്ലാത്ത ടൈം നീ വഴി അറിഞ്ഞ് അവിടെ കയറി ആ ബാഗ് എടുത്തു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് നിഖിൽ സാർ എനിക്ക് ആ മിനി കൂപ്പർ അന്ന് രാത്രി തന്നു. താൻ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല.
എൻ്റെ ലൈഫിൽ കുറേ ഇഷ്യൂസ്. അന്നേരം ആ ബിനു അലക്സ് കയറി വന്നുകൊണ്ട് തന്നോട് എനിക്കിതൊന്നും പറയാൻ പറ്റിയില്ല. അയാളുമായിട്ട് ആ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു പോയതാ. കുറേ ദൂരം ചെന്നപ്പോൾ ഇതിപ്പോ സംഗതി ഈസി ആയില്ലേ? നീ കയറി സ്റ്റഫ് എടുക്ക്. അയാളെ പിടിക്കുകയാണെങ്കിൽ നിനക്ക് അയാളുടെ കൊക്കൈൻ ബിസിനസിന്റെ കാര്യം അറിയാന്ന് പറ. അയാളെ പെടുത്തോണ്ട് നിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തരുന്നു. പൊന്നു മോനെ വിട്ട് കളയല്ലേ. അയാൾ നാളെ വന്നിട്ട് മറച്ചു വെക്കുന്നതിന് മുമ്പ് നീ അതെടുത്ത് എങ്ങനെയെങ്കിലും കുറച്ച് പൈസ സെറ്റാക്കാൻ നോക്ക്. അന്ന് രാത്രി ഞാൻ അവിടെ പോയത് ചിലപ്പോൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടാവും. പിന്നീട് പോലീസ് അന്വേഷിക്കുമ്പോൾ തനിക്കൊരു പ്രശ്നമാവണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ എങ്ങോട്ടെങ്കിലും മാറിപ്പോവാൻ നോക്കിയത്. അല്ലാതെ നീ അല്ലെങ്കിൽ പിന്നെ ആരാ? ആ തമിഴനാണോ? എനിക്കറിയില്ല സുജ, ഞാൻ പറഞ്ഞില്ലേ എനിക്കറിയില്ല. പക്ഷേ ആ തമിഴിനെ അറിയത്തില്ലെന്ന് നീ കള്ളം പറഞ്ഞതല്ലേ?